പശ്ചിമ ബംഗാളിന്റെ അധികാരിയായി സുവേന്ദു അധികാരി. ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ ബി.ജെ.പി നേതാവ് സുവേന്ദു അധികാരി. മമതയെ തിരഞ്ഞെടുപ്പിൽ മുട്ടുകുത്തിച്ച നേതാവ് ബംഗാളിന്റെ അധികാര കസാരയിലേക്ക് എത്തുകയാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കും. കൊൽക്കത്തയിലെ വിശ്വ ബംഗ്ലാ കൺവെൻഷൻ സെന്ററിൽ നടന്ന നിർണായക ബി.ജെ.പി നിയമകക്ഷി യോഗത്തിൽ അവിടെ പശ്ചിമ ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ സുവേന്ദു അധികാരിയുടെ പേര് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സുവേന്ദു അധികാരിയുടെ പേര് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. ബംഗാളിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന മുഖങ്ങളിൽ ഒരാളായ സുവേന്ദു അധികാരിയെ തന്നെ ഭരണത്തിലേക്ക്, അതായത് ഭരണ തലവനായി തന്നെ നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ട്വിസ്റ്റായി തന്നെ ഇത് മാറുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ വിജയം ഇവിടെ ഒരു ട്വിസ്റ്റായി തന്നെ മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. മമതാ ബാനർജിക്കെതിരെ നേടിയ ചരിത്രപരമായ മുന്നേറ്റമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. നന്ദിഗ്രാം, ഭവാനിപൂർ എന്നീ 2 മണ്ഡലങ്ങളിലും സുവേന്ദു അധികാരി ഉജ്ജ്വല വിജയമാണ് കരസ്ഥമാക്കിയത്. പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായ ഭവാനിപൂരിൽ 15,000-ലധികം വോട്ടുകൾക്ക് നേടിയ വിജയം, അതായത് 15,000-ലധികം വോട്ടുകൾ നേടി വിജയം ഉറപ്പിക്കുകയും അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിനും ബി.ജെ.പിക്ക് അത് വലിയൊരു ആത്മവിശ്വാസവുമാണ് പകർന്നു നൽകിയത്. ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായി തന്നെ മാറുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധ ഇനി പുതിയ സർക്കാരിന്റെ നീക്കങ്ങളിലേക്ക് എത്തുമെന്നതും നിസ്സംശയം തന്നെ പറയാൻ സാധിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കെതിരെ നേടിയ ഐതിഹാസിക വിജയമാണ് സുവേന്ദുവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നന്ദിഗ്രാം, ഭവാനിപൂർ എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുകയും മമതാ ബാനർജിയുടെ തട്ടകമായ ഭവാനിപൂരിൽ അവരെ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇത് ബി.ജെ.പിക്കാകട്ടെ വലിയ കരുത്താണ് പകരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുൻനിരക്കാരായി തന്നെ അദ്ദേഹത്തെ പാർട്ടി പരിഗണിക്കാൻ പ്രധാന കാരണവും ഈ ഒരു വമ്പൻ വിജയം തന്നെയാണ് എന്നതും സുനിശ്ചിതമായി തന്നെ പറയാൻ സാധിക്കുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ആകട്ടെ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുവേന്ദു അധികാരിയുടെ പേര് ഔദ്യോഗികമായി തന്നെ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. മേനായിൽ നിന്നുള്ള എം.എൽ.എ അശോക് ധുല്ല ആകട്ടെ അവർ ഉൾപ്പെടെ തന്നെ നേതാക്കൾ അധികാരിയെ മുഖ്യമന്ത്രിയായി തന്നെ കാണണമെന്നും തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നാളെ രാവിലെ 11 മണിക്കാണ് അധികാരമേൽക്കുന്നത്. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. രാഷ്ട്രീയ പ്രമുഖർ, അവിടെ പ്രശസ്ത സിനിമാ താരങ്ങൾ, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മമതാ ബാനർജിയെ അവരുടെ ശക്തി കേന്ദ്രമായ ഭവാനിപൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ബംഗാളിന്റെ അവിടെ മണത്തറിഞ്ഞ, അതായത് വലിയ രീതിയിൽ പ്രാദേശിക വേരുകളുള്ള നേതാവ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മുൻഗണന തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതായി തന്നെ ഇവിടെ വിശ്വസിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ സുവേന്ദുവിനെ കൂടാതെ തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, മുതിർന്ന ബി.ജെ.പി നേതാക്കൾ എന്നിവരെല്ലാവരും തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തെ തന്നെ, അതായത് സുവേന്ദു അധികാരിയെ തന്നെ ഈ ഒരു കസേര അലങ്കരിക്കാൻ, മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ബി.ജെ.പി ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.